ശ്രദ്ധിക്കും. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം എൻ്റെ 45-ാമത്തെ വാക്യം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹല്ലേലൂയ. അപ്പൊ ആരാണ് വിശ്വസിച്ചത്? ആരാണ് ഭാഗ്യവതി? ആരാണ് പറഞ്ഞത്? ഹല്ലേലൂയ. ഇതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം ഹല്ലേലൂയ 39 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു സക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ഹല്ലേലൂയ. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. സക്രിയാവിന്റെ ഭാര്യ എലിസബത്തിനെ കാണാൻ മറിയ അവിടെ ചെല്ലുന്നു. മറിയ അവിടെ എത്തി മറിയയുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളത്തിൽ അല്ലേലൂയ പിള്ള തുള്ളി എന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ച് മറിയോട് പറഞ്ഞ വാക്കാണ് വായിച്ചു കേൾക്കുന്നത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? കർത്താവിന്റെ മാതാവ് എന്നാണ് പറഞ്ഞിട്ട്. എന്റെ കർത്താവിന്റെ മാതാവ് ഒരു മാതൃത്വം കൊടുക്കുന്നത്, ദൈവത്വമല്ല കൊടുക്കുന്നത്, മാതൃത്വം. ഹല്ലേലൂയ. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് ഹല്ലേലൂയ അരുളി ചെയ്തത് ഹല്ലേലൂയ നിവൃത്തിയാകും എന്ന് വിശ്വസിച്ച ഭാഗ്യവതി. അപ്പൊ എലിസബത്ത് മറിയെ സംബോധന ചെയ്ത് കർത്താവിന്റെ മാതാവ് എന്നാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഞാനും ക്രൈസ്തവ വിശ്വാസത്തിൽ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു വന്നതുകൊണ്ട് ആദ്യകാലത്തൊക്കെ കർത്താവിന്റെ മാതാവ് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവമായിട്ടാണ് കണക്കൂട്ടിയെന്ന് പഠിപ്പിച്ചിരുന്നു. പക്ഷെ വേദപുസ്തകത്തിൽ സത്യമായിട്ട് പറയുന്നത് കർത്താവിന്റെ മാതാവ് മാതൃത്വത്തെയാണ് പറയുന്നത്. മാതൃത്വം നമ്മൾ ഒരിക്കലും നിഷേധിക്കത്തില്ല. നമുക്കൊക്കെ മാതാവുള്ളതല്ലേ, പിന്നെ അമ്മയ്ക്കുള്ളത്. നമ്മൾ മാതൃത്വം പിതൃത്വം ഒരിക്കലും നമ്മൾ നിഷേധിക്കാത്തവരാണ്. പക്ഷേ അവരൊരിക്കലും ദൈവമല്ല, അത് നമ്മൾ ചിന്തിച്ചറിയുക. എന്നിട്ട് ഈ എലിസബത്ത് മറിയോട് പ്രവചിച്ചതാണ് ഹല്ലേലൂയ കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലോകത്തിൽ അനവധി ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളെയും കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയി ഭാഗ്യവാൻ എന്നുള്ള പദവി പ്രാപിച്ച പലരുമുണ്ട്. അല്ലേ? ഉദാഹരണമായിട്ട് ഈജിപ്തിലേക്ക് അടിമയായിപ്പോയ അഥവാ മിസ്രൈമിലേക്ക് അടിമയായിപ്പോയ യോസേഫിനെ കാരാഗ്രഹത്തിൽ നിന്നും അഥവാ അടിമത്തത്തിൽ നിന്ന് ഉയർത്തി മിസ്രൈമിൽ ഫറവോന്റെ അടുത്ത സ്ഥാനത്ത് പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഒരു ഭാഗ്യവാനല്ലേ? യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. അവനെന്ത് ചെയ്തു? പ്രധാനമന്ത്രിയായി മാറി. ആടുമാടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ രാജാവായി ഉയർത്തി. ഹല്ലേലൂയ. ഷായിയുടെ 8-ാമത്തെ മകനായിരിക്കുന്ന ദാവീദ് ആടുമാടുകളെ മേയിച്ചുകൊണ്ടിരുന്നവനാണ്. അവനെ ദൈവം ഉയർത്തി, കുപ്പയിൽ നിന്ന് ഉയർത്തി എന്ന് പറഞ്ഞതുപോലെ, ജനത്തിനെ കുപ്പയിൽ നിന്ന് ഉയർത്തി എന്ന് പറഞ്ഞതുപോലെ ദാവീദിനെ ആടുകളെ മേയിക്കുന്ന വേലയിൽ നിന്ന് ഉയർത്തി ഇസ്രായേലിന്റെ രാജാവായി ഉയർത്തി. ഭാഗ്യവാനല്ലേ? അതെ. പ്രവാസിയായി ബാബിലോണിലേക്ക് കുറ്റവാളിയായി ചെന്ന ഒരു പ്രവാസിയായി, നാടുകടത്തപ്പെട്ടവനായി, അടിമയായി പ്രവാസത്തിലേക്ക് പോയ കുറ്റവാളിയായി ബാബേലിൽ ചെന്ന ദാനിയേലിനെ ഹല്ലേലൂയ ഉയർത്തി. ഹല്ലേലൂയ. ആരെ ഉയർത്തി? ദൈവം. ഹല്ലേലൂയ. അവനെ മുഴുവൻ ബാബിലോണിയർക്കും പ്രധാനമന്ത്രിയായി ഉയർത്തി. ബാബിലോണിലുള്ള സകല ജനത്തിനും പ്രധാനമന്ത്രിയായി ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നീ വിശ്വസിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അസാധ്യം എന്ന് തോന്നുന്നതിനെ നിനക്ക് സാധ്യമാക്കി ദൈവം നിന്നെയും ഭാഗ്യവതി എന്ന് രേഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവിശ്വാസമാണ് പലപ്പോഴും നമ്മുടെ ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്.
കർത്താവ് തന്നോട് അരുളി ചെയ്ത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചാൽ ഭാഗ്യവതി എന്ന എലിസബത്തിന്റെ പ്രവചനത്തിന് മുമ്പിൽ മറിയ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊരു ദൂത് പറഞ്ഞാൽ അത് നിവൃത്തിയാകും എന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ, യോസേപ്പിനെ പോലെ, ദാവീദിനെ പോലെ, ദാനിയേലിനെ പോലെ, മറിയെ പോലെ നമുക്കും ആ ഭാഗ്യവതി എന്നുള്ള ആ ഭാഗ്യവാനുള്ള അനുഭവത്തിലേക്ക് എത്താൻ കഴിയും. ഹല്ലേലൂയ. കാരണം ദൈവം അങ്ങനെയാണ്. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി, ഹല്ലേലൂയ, മാനിക്കുന്ന ദൈവമാണ്. വേദപുസ്തകം പറയുന്നത് അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ആമേൽ നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അത് 1 ശമൂവേൽ 2:8 113 സംഗീതം 9 വാക്യത്തിലും കിടപ്പുണ്ട്. ദൈവത്തിന് നമ്മെ ഒന്ന് ഉയർത്താൻ ഒരു സെക്കൻഡിന്റെ ഹല്ലേലൂയ, ഒരു മൈക്രോ സെക്കൻഡ് പോലും വേണ്ട. നമ്മൾ ചിന്തിക്കണം. ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത് എങ്ങനെയാണെന്ന് പോലും അറിയാം, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കർത്താവിന് അത്രയും മതി. നൊട്ടി നേരം കണ്ണി വെക്കുന്നിടയിൽ എന്നൊക്കെ പറയുന്നത് പോലാണ് അല്ലെങ്കിൽ ദൈവം നമ്മെ മാനിക്കുന്നത്. ഈ മറിയെ ഇത്രമാത്രം ദൈവം മാനിച്ചു ഉയർത്തി ലോകത്തിലേക്ക് വരുവാനുള്ള കർത്താവായ യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ജനിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം അവളെ എത്രമാത്രം പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ദൈവം മറിയെ തെരഞ്ഞെടുത്തതും മറിയുടെ ഉദരത്തിൽ യേശു ജനിപ്പാൻ കാരണമായതും. അവളെല്ലാ കാലത്തും ഭാഗ്യവതിയാണ്. നമ്മളും ആ ഒരു അനുഭവത്തിലൂടെ എത്തണം. പ്രൈസലോ. ഇവിടെ ആ ദൈവത്തിന്റെ വചനം അതാണ് നമ്മൾ വായിക്കാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കർത്താവ് തന്നോട് അരുളിച്ചത് നിവൃത്തിയാകൂ എന്ന് വിശ്വസിച്ചു അതിന് മഹത്വം കൊടുത്തു. പ്രൈസലോ. മറിയയ്ക്ക് കർത്താവിനോട് ബലമായ വിശ്വാസം ഉണ്ടായിരുന്നു. മറിയയ്ക്ക് കർത്താവിനോട് ബലമായ ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ അത്രമേൽ വിശ്വാസം മറിയയ്ക്ക് കർത്താവിനോടുണ്ടായിരുന്നു. ഹല്ലേലൂയ. മാത്രമല്ല സഹോദരൻ, അവൾ യൗവനയുദ്ധയായ കന്യകയായ പെണ്ണായിരുന്നാല്, അവൾ അല്ലെങ്കിൽ യൗവനയുദ്ധയായ കന്യകയായ പെണ്ണായിരുന്നാലും അവൾക്ക് പരിശുദ്ധമായ വിശ്വാസം അവളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടുണ്ടായിരുന്നു. അവളുടെ വിശ്വാസം എന്തായിരുന്നു? പരിശുദ്ധമായ പരിപൂർണമായ വിശ്വാസമായിരുന്നു മറിയയുടെ. ഇന്നത്തെ കാലത്ത് മറിയെന്ന് പേരുള്ള മറിയം എന്ന് പേരുള്ള ഒരുപാട് പേരുണ്ട്. മറിയ എന്നൊക്കെ പേരുള്ളവരുണ്ട്. അവർക്കൊന്നും ഈ മറിയനുള്ള വിശ്വാസവും ആ യൗവനയുക്തയായ ആ ബാല്യകാലമൊന്നും ഇന്നത്തെ മറിയമാർക്കും മറിയത്തിനൊന്നും ഇല്ല കേട്ടോ. പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തണം, കാണിച്ചു തരണം. യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവചനാത്മാവിൽ എലിസബത്ത് നീ ഭാഗ്യവതിയാണെന്ന് പറയുന്നത്. രക്തചയം നിങ്ങൾ കണ്ടു പഠിക്കണം കേട്ടോ. ചുമ്മാ എന്തെങ്കിലും വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞിട്ട് അല്ലെങ്കിൽ നടക്കാതെ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞ അനുഭവത്തെ നമ്മൾ തിരിച്ചറിയുക. പ്രൈസലോ. വീണ്ടും ദൈവത്തിന് വചനം വായിക്കുക കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ മറിയയുടെ വിശ്വാസത്തെ കണ്ട എലിസബത്ത് അവളെ വാഴ്ത്തുമ്പോൾ വിശ്വസിച്ചവളെ ഭാഗ്യവതി എന്ന് പറയുക. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മറുനാട്ടിൽ യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്രിയാവിന്റെ വീട്ടിൽ ചെല്ലുന്നു, എലിസബത്തുമായി കാണുന്നു. അവരുടെ സംഭാഷണവും സംസാരവും അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അവരുടെ മറിയയും എലിസബത്തുമായിട്ടുള്ള സംസാരത്തിനകത്ത് ആത്മാവിന്റെ നിയന്ത്രണമാണ് നടക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നടക്കുന്നത്. അതുകൊണ്ടാണ് മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഗർഭത്തിൽ പിള്ള തുള്ളി എന്ന് പറഞ്ഞപ്പോൾ അവരെത്രമാത്രം പരിപൂർണ വിശുദ്ധരും സത്യസന്ധരും ദൈവത്തോട് നിഷ്കളങ്ക മനോഭാവത്തോടു കൂടി നിൽക്കുന്നതും പാതിവത്തിൽ സൂക്ഷിക്കുന്നവരും പരിശുദ്ധമായ വിശ്വാസത്തിന് അടിസ്ഥാനമിട്ടുറച്ചു നിന്നവരുമായതുകൊണ്ടാണ് ഹല്ലേലൂയ ക്ഷണത്തിൽ എലിസബത്തിന് പ്രവചിപ്പാൻ കഴിഞ്ഞതും മറിയയുടെ ആ പൂർണ്ണ ആ വിശ്വാസത്തെ എലിസബത്തിന് മനസ്സിലാക്കി പ്രവചനാത്മാവിൽ ഇങ്ങനെ ദൂത് പറയാൻ കാരണമായത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ നമ്മൾ മറ്റൊരാളെ ഹല്ലേലൂയ വന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വന്ദനം മറ്റൊരാൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. എനിക്ക് തോന്നുന്നത്
മറിയയ്ക്ക് ശേഷമായിട്ട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ കേട്ടവരിലൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന് ശുശ്രൂഷിച്ചപ്പോൾ അവിടെ ഇരുന്നവരൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് വായിക്കുന്നുണ്ട്. പിന്നീട് ഒരുപക്ഷെ ആദിമസഭയിലൊക്കെ അങ്ങനെയൊക്കെ നടന്നു കാണും. എന്നാൽ നിങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ടുള്ള ദൈവസഭയുടെ ചരിത്രം പഠിച്ചാൽ, മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ എലിസബത്തിന്റെ ഗർഭത്തിൽ പിള്ള തുള്ളി എന്ന് പറഞ്ഞോളൂ. നിങ്ങൾ എവിടെങ്കിലും പോയി വന്ദനം പറഞ്ഞിട്ട് ആരെങ്കിലും ആത്മാവിൽ നിറയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളോട് ആരും പറഞ്ഞ് നിങ്ങൾ നിറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം മനുഷ്യന്റെ സ്വഭാവങ്ങൾ മാറിപ്പോയി. മറിയുടെയും എലിസബത്തിന്റെയും സ്വഭാവമല്ല ഇന്നത്തെ സഹോദരിമാർക്ക്. മറിയുടെയും അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ മറിയുടെയും എലിസബത്തിന്റെയും ജീവിത രീതി അല്ല ഇന്ന്. അല്ലെങ്കിൽ അവര് അമ്മയിൽ അല്ലെങ്കിൽ വളരെ പരിശുദ്ധരും നിർമ്മതരും നിഷ്കളങ്കരും സത്യസന്ധരും പരിപൂർണ വിശ്വാസത്തിനുടമയും കടുമണിയോളമുള്ള വിശ്വാസം ഉള്ളിൽ നിറയപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ ബലമായി ഉള്ളവരായിരുന്നു അവരൊക്കെ. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പം വന്ദനം പറയും, ഹല്ലേലൂയ, സ്തോത്രം, ഒന്നും നടക്കുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിലേ നടക്കുന്നില്ല. ഇപ്പൊ ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്നതൊക്കെ എന്തുവാ? ഹല്ലേലൂയ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്തിനാണ് നമ്മുടെ ഈ വിശ്വാസം? എന്തിനാണ് സഹോദര ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് നിനക്ക് ഒരു ഉത്തമമായ സ്ഥാനം തന്ന് ദേശത്ത് നിന്നെ മാനിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നീ എന്താണ് ദൈവസഭയ്ക്ക് വിരുദ്ധമായി, ദൈവജനത്തിന് വിരുദ്ധമായി, ക്രൈസ്തവ സമൂഹത്തിന് നീ അപമാനമായി മാറിയില്ലേ? ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാം അപമാനമായി മാറുമ്പോൾ സ്വർഗത്തിലെ ദൈവ ദൂതന്മാരെയും എത്രമാത്രം ദുഃഖിക്കുന്നു, മൂപ്പന്മാർ എത്രമാത്രം ദുഃഖിക്കുന്നു ഒക്കെ നമ്മൾ ചിന്തിച്ചു നോക്കണം. സ്വർഗം എത്രമാത്രം ദുഃഖിക്കുക ചിന്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് നസ്രയത്തിൽ നിന്നും യാത്ര ചെയ്ത് ബേത്ലഹേമിലേക്ക് വന്നപ്പോൾ അവളുടെ പ്രസവത്തിനായി സത്രത്തിൽ പോലും സ്ഥലമില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പം പേർവഴി യാത്ര ചെയ്യാൻ വേണ്ടി ഹല്ലേലൂയ മറിയയും ജോസേഫും കൂടെ നസ്രയത്തിൽ നിന്ന് യാത്ര ചെയ്ത് ബേത്ലഹേമിൽ വന്നപ്പോൾ അവളുടെ പ്രസവത്തിനായിട്ട് ഹല്ലേലൂയ പ്രസവത്തിനായിട്ട് സത്രത്തിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായിരുന്നു എന്നാണ്. വഴിയമ്പലത്തിൽ സത്രത്തിൽ സ്ഥലമില്ലാതിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ മറിയ ഒരു മരച്ചുവട്ടിൽ പ്രസവിച്ചു എന്നും തുടർന്ന് സത്രത്തിൽ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് പുൽത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി എന്നും ഉള്ളതും വേദപുസ്തകം പറയുന്നത്. അപ്പം പുൽത്തൊട്ടിയിൽ കിടത്തിയ ആ ശിശുവിനെയാണ് ഇടയന്മാർ ചെന്ന് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പുൽത്തൊട്ടിയിൽ പ്രസവിച്ച കുട്ടിയല്ല കണ്ടത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു മരച്ചുവട്ടിൽ പ്രസവിച്ചു. അവിടെ നിന്ന് കുട്ടിക്ക് തണുപ്പും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ സാഹചര്യം അല്ലാഞ്ഞതുകൊണ്ട് പുൽത്തൊട്ടിയിൽ യോസേഫും മറിയും കൊണ്ട് കിടത്തി ഇടയന്മാര് അല്ലെങ്കിൽ ചെന്ന് കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ വിദ്വാൻമാര് കണ്ടത് അല്ലെങ്കിൽ ഈ പുൽക്കൂട്ടിലുമല്ല. മത്തായി സുവിശേഷം 2:10 വായിക്കും കാണാൻ കഴിയുന്നത്, വിദ്വാൻമാര് പുറപ്പെട്ട് മറിയുടെ വീട്ടിൽ ചെന്ന് ശിശുവിനെയും അമ്മയും കണ്ട് ഹല്ലേലൂയ അവനെ നമസ്കരിച്ചു എന്ന്. ആരെയാ? യേശുവിനെ. മറിയയല്ല, യേശുവിനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. അപ്പൊ അവിടെയും മറിയയ്ക്ക് മാതൃത്വം മാത്രമേ ഉള്ളൂ, ദൈവത്വമില്ല. അപ്പൊ മറിയയുടെ കൂടെയുള്ള യേശുവിനെയാണ് വിദ്വാൻമാരും നമസ്കരിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവിടെയും മറിയയ്ക്ക് ദൈവത്വമില്ലെന്നുള്ളത് ചിന്തിക്കണം. ഇത് വേദപുസ്തകത്തിൽ ഞാനീ പറഞ്ഞ വാക്യങ്ങളൊക്കെ വായിച്ച് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ബൈബിളിലൊക്കെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ യേശുക്രിസ്തുവിന്റെ പ്രസവിപ്പാൻ മറിയയുടെ പ്രസവം എടുക്കാൻ പോലും ഹല്ലേലൂയ മറിയയുടെ പ്രസവം എടുക്കാൻ പോലും ഹല്ലേലൂയ അന്നത്തെ കാലത്ത് സ്തുതികർമ്മിണികൾ വന്നിരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സ്തുതികർമ്മിണികളാണല്ലോ അന്ന് പ്രസവം എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്തുതികർമ്മിണികൾ വന്ന് മറിയയുടെ പ്രസവം എടുത്തതായിട്ട് വേദപുസ്തകത്തിൽ തെളിവില്ല. സ്തുതികർമ്മിണികൾ വന്നിരിക്കും ഹല്ലേലൂയ പ്രസവം നോക്കുന്നതിന്. ഇക്കാലങ്ങളിലുള്ളതുപോലെ വലിയ ആശുപത്രികളോ ഡോക്ടറോ നേഴ്സുമാരോ അല്ലെങ്കിൽ സർജറികളോ അല്ലെങ്കിൽ ഫാർമസികളോ അത് ക്രമീകരണങ്ങളൊന്നും അന്നില്ല. ഹല്ലേലൂയ. മറിയയ്ക്ക് തന്റെ ഉദരത്തിൽ വളർന്ന യേശുവിനെ പ്രസവിക്കണം. ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നും, ഇന്നത്തെല്ലാം സംവിധാനങ്ങളല്ലേ. ഹല്ലേലൂയ. പക്ഷെ ആരായിരിക്കും ഹല്ലേലൂയ മറിയയുടെ പ്രസവം എടുത്തത്? പ്രൈസ് ദി ലോർഡ്. ആരായിരിക്കും മറിയയുടെ പ്രസവം എടുത്ത? സ്തുതികർമ്മണികൾ വന്നിരുന്നു.
അതോ യോസേപ്പ് തന്നെ ആയിരുന്നോ മറിയയുടെ പ്രസവം എടുത്തത്? ലേലിയ. എന്റെ വിശ്വാസത്തിലും ഞാൻ ചില വായനയിലും ചില പ്രസംഗങ്ങളിലൊക്കെ കേട്ടത് അവിടെ സ്തുതികർമ്മണികളൊന്നും വന്നിരുന്നില്ല. ലേലിയ. പിന്നെ പ്രസവം എടുത്തത് യോസേപ്പിനെ തന്നെ ദൈവം അതിനുവേണ്ടി ഒരുക്കി എന്നുള്ളത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ചില ശക്തരായ ദൈവദാസന്മാരുടെ പ്രസംഗത്തിലൂടെ കേട്ടിട്ടുണ്ട്. പ്രൈസലോ. ലേലിയ. അപ്പം ദൈവത്തിന്റെ കരുതലുകൾ എത്ര വലുതാണ്! മറിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലുകൾ എത്ര ശ്രേഷ്ഠമാണ്! എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ഈ മറിയെ സംരക്ഷിച്ച ദൈവമല്ലേ നമ്മെ സംരക്ഷിക്കുന്നത്? ലേലിയ. ഈ മറിയെ സംരക്ഷിച്ച ദൈവം നമ്മെ നടത്തുമ്പോൾ നമ്മെ സംരക്ഷിക്കുമ്പോൾ നാം ദൈവത്തോട് എത്ര നന്ദിയുള്ളവരായി മാറണം. രക്തം ചെയ്യും മാത്രമല്ല, അവർ നസ്രയത്തിൽ യാത്ര ചെയ്ത് യെരുശലേമിലേക്ക് ഇത് വരുന്ന വഴിക്ക് അവൾക്ക് പ്രസവവേദന ഉണ്ടായി. കുട്ടിയെ പ്രസവിക്കണം. കുട്ടിയെ പ്രസവിക്കാൻ നോക്കിയപ്പോൾ തൻ്റെ കൂടെയുള്ള യോസേപ്പ്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവായി യോസേപ്പ്, മറിയെ എത്രമാത്രം ചേർത്ത് പിടിച്ചു. അവൾക്കും അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനും അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനും യാതൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടി യോസേപ്പ് എത്രമാത്രം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് യോസേപ്പ് കള്ളു കുടിച്ചിട്ടൊന്നും അല്ല അവിടെ വന്നത്. ഇന്നത്തെ പോലെ എന്താ, കുഞ്ഞ് ജനിക്കാൻ പോകുന്ന കാണുമ്പോൾ ആശുപത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാർ കൂട്ടുമൊക്കെ കൂടി കള്ളുമൊക്കെ കുടിച്ച് ആശുപത്രിയിൽ വന്ന് കുഞ്ഞിന്റെ കുഞ്ഞ് ജനിച്ചതിന് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന നല്ല മദ്യപാനത്തിലൊക്കെ നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു സഹോദരനോട് ചോദിച്ചു, എന്താ നിങ്ങൾ പഠിക്കുന്നത്? അത് ഭാര്യ ലേബർ റൂമിലേക്ക് കേട്ടിട്ടുണ്ട്. കുഞ്ഞ് പ്രസവത്തിന് വേണ്ടിയിട്ട് പുള്ളി പുറത്ത് നല്ല പൂക്കുറ്റിയായിട്ട് നിൽക്കുക. എന്തിനാണെന്നറിയോ? കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആണാണോ പെണ്ണാണോ എന്നറിയാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി കള്ളു കുടിച്ചിരിക്കുക. പക്ഷേ യോസേപ്പ് അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. തൻ്റെ ഭാര്യയായിരിക്കുന്ന മറിയയിൽ തൻ്റെ ഉദരത്തിൽ വളരുന്ന ലോകരക്ഷിതമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന യോസേപ്പ് തൻ്റെ ഭാര്യയായ മറിയെ യാതൊരു പ്രതിസന്ധികളും കൂടാതെ, പ്രയാസങ്ങൾ കൂടാതെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി. പ്രൈസറോ. വിശ്വസിക്കാൻ കഴിയുമോ? നമ്മളൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഭാര്യ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞ് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന് ലേബർ റൂമിൽ കയറ്റി കഴിയുമ്പോൾ നിങ്ങൾ പുറത്ത് നന്നായിട്ട് നല്ല ഒരുക്കത്തോടെ പ്രാർത്ഥനയോടുകൂടി നിൽക്കണം കേട്ടോ. യോസേപ്പിനെ പോലെ നിങ്ങൾക്ക് പറ്റത്തില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പ്രസവത്തിന് പോയത് പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ഭാര്യ പ്രസവത്തിന് രാവിലെ 7 മണിക്ക് ലേബർ റൂമിൽ കയറ്റി. ഞാൻ ആ സമയം തൊട്ട് ആ ലേബർ റൂമിന് പുറത്തുണ്ട്. എൻ്റെ ഭാര്യയുടെ സിസേറിയൻ കഴിഞ്ഞ് കുട്ടിയെ ആദ്യം എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മോളെ ആദ്യമായിട്ട് 2 കൈ കൊണ്ട് നീട്ടി വാങ്ങിയത് ഞാനാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതികളാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് നല്ലൊരു സാക്ഷ്യം കാണിക്കണം. മറിയെ ദൈവം കരുതി, യോസേപ്പിനെ ദൈവം കരുതി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഈ മറിയിൽ വെളിപ്പെട്ടതല്ലേ. അതുകൊണ്ട് സക്രിയാവിന്റെ ഭാര്യ എലിസബത്ത് പറഞ്ഞത് വാക്കിനകത്ത് വളരെ അർത്ഥമായി. എന്താ? കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രൈസറോ. അവൾ എന്ത് ഭാഗ്യമുള്ളവളാ! യേശുവിന്റെ അമ്മയായി മറിയ വളരെ ഭാഗ്യമുള്ളവളാ. ലേലിയ. ആ മാതൃത്വത്തിന്റെ വിലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്വത്തിനല്ല, മാതൃത്വം. പ്രൈസറോ. ഇവിടെ ദൈവത്തിന്റെ വചനം വിശ്വാസം എന്ന ശക്തി ക്രിസ്തീയ മാർഗത്തെ അടിത്തറയിട്ട് ഉറപ്പിക്കുന്നതായിരിക്കണം. വിശ്വാസം എന്ന ശക്തി ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. നിങ്ങളൊരു ഭവനം പണിയുവാൻ, നിങ്ങളൊരു കെട്ടിടം പണിയുവാൻ, നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു സാധനം പടുത്തുയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമേ നിങ്ങൾ അടിസ്ഥാനം നിങ്ങൾ നന്നായിട്ട് ഉറപ്പിക്കും. പ്രൈസലോ. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാന് എന്തു ചെയ്യും എന്ന് നമ്മൾ സംഗീതത്തിൽ വായിക്കുന്ന പോലെ നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും വിശ്വാസം എന്ന അടിസ്ഥാനത്തിൽ ആയിരിക്കണം പണി ആരംഭിക്കുവാൻ. ഈ വിശ്വാസം എന്ന അടിസ്ഥാനം മറിയുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടുണ്ടായിരുന്നു. യോസേപ്പിന്റെ ജീവിതത്തിൽ പരിപൂർണമായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം മറിയ പ്രഗ്നന്റ് ആണെന്ന് യോസേപ്പിന് ദൈവം വെളിപ്പെടുത്തിയ നാള് തൊട്ട്
മറിയെ പ്രസവിക്കുന്നിടം വരെയും മറിയെ യോസേപ്പ് പരിഗ്രഹിച്ചില്ല എന്ന് അല്ലേലിയ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം ലാസ്റ്റ് ഭാഗമൊക്കെ അല്ലേലിയ 1-ാം അധ്യായം മത്തായി സുവിശേഷം 1-ാം അധ്യായം ലാസ്റ്റ് ഭാഗമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22 വാക്കിലേക്ക് ഇവർ കാണാൻ കഴിയും. കാരണം അത്രമാത്രം യോസേപ്പ് മറിയെ ചേർത്ത് പിടിക്കുക. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ നിങ്ങളോട് പറയട്ടെ, യോസേപ്പ് മറിയെ, യേശുവിന്റെ വളർത്തുപിതാവായിരിക്കുന്ന യോസേപ്പ് മറിയെ ചേർത്ത് പിടിച്ചതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ ഭാര്യയായ സഹോദരിയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അവളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഏത് കഷ്ടതയിലും സങ്കടത്തിലും ഇനി നിങ്ങളുടെ കുഞ്ഞിനെ അവൾ ഗർഭം ധരിച്ച് അവൾ പ്രസവിച്ച് ആ കുഞ്ഞിനെ നിങ്ങളുടെ കരങ്ങളിൽ കിട്ടുന്നിടം നിങ്ങളുടെ ഭാര്യയെ ചേർത്ത് പിടിക്കണം കേട്ടോ. ഈ രക്തം ചെയ്യും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നാലും കുഴപ്പമില്ല. വേദപുസ്തകത്തിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തി ചില കാര്യങ്ങളും യോസേപ്പിലും മറിയിലും കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. രക്തം ചെയ്യും. ഞാനിതിനെക്കുറിച്ച് വളരെ ഇന്നലെ ഞാൻ മറിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. അല്ലേലിയ. ഇന്നും മറിയെക്കുറിച്ച് തന്നെയാണ് പ്രസംഗിച്ചത്. വിശ്വസിച്ചവൾ ഭാഗ്യവതി. അല്ലേലിയ. നമുക്ക് ആ ഒരു പേരിന് അല്ലേലിയ യോഗ്യതയുണ്ടോ? അല്ലേലുയ്യ. അപ്പൊ ഇവിടെ നമ്മൾ വിശ്വാസം എന്ന അടിസ്ഥാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ വിശ്വാസത്തിൽ വളരണം. വിശ്വാസത്തിൽ വളരണം. അല്ലേലിയ. ഒരു വൃക്ഷം ഒരു വൃക്ഷത്തെ നമ്മൾ നന്നായി കാണുന്നത് അതൊരു ചെറിയ വിത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൈ കൊണ്ട് വെച്ചിട്ട് അത് അനുദിനം നമ്മൾ പോയി നോക്കി വെള്ളം ഒഴിച്ചു കൊടുത്ത് പുഴു കടിച്ചു കളയാതെ വണ്ട് കുത്തിക്കളയാതെ ആ ചെടിയെ നമ്മൾ വളർത്തി പരിപാലിച്ച് ആ ചെടി വളർന്ന് വലിയ വൃക്ഷമായി അത് ഫലം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വളരണം. പ്രൈസ് ലോർഡ്. വിശ്വാസം നിന്റെ ഉള്ളിൽ വളരുമ്പോഴാണ് നിനക്ക് സകല ശത്രുവിനെ ജയിക്കാൻ കഴിയുന്നത്. വിശ്വാസം നിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നിനക്ക് സകല പ്രതികൂല സാഹചര്യങ്ങളെ ജയിക്കാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസത്തിൽ ശക്തി നിങ്ങൾ പ്രാപിക്കണം. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. വിശ്വാസം എന്ന അടിസ്ഥാനം ഉണ്ടായിരിക്കണം. വിശ്വാസത്തിൽ വളരണം. വിശ്വാസം എന്ന ശക്തി. അല്ലേലിയ. വിശ്വാസം എന്നത് ഒരു വലിയ ശക്തി തന്നെയാണ്. നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ ആ ശക്തിയെക്കുറിച്ച് വർണ്ണിക്കാനും ഒന്നും കഴിയില്ല. എങ്കിലും വിശ്വാസം എന്ന ശക്തിയാണ് ദൈവം നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ യഹോവയായ ദൈവം, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യഹോവയായ ദൈവം പാഴും ശൂന്യമായി കിടക്കുന്ന ഇരുൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഭൂമിയെ നോക്കിയിട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് സൃഷ്ടമായി ദൈവം പറയുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ വിശ്വാസത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. വെളിച്ചം ഉണ്ടാകട്ടെ. ലേലിയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൽപ്പിച്ചാൽ ചിലതൊക്കെ സംഭവിക്കണമെങ്കിൽ വിശ്വാസത്തിൽ വളരണം. വിശ്വാസത്തിൽ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. വിശ്വാസത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ഹല്ലേലൂയ പൂർവ്വ പിതാക്കന്മാരിലൊക്കെ കണ്ടിരുന്നു എന്ന് ഞാൻ ചില പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് മുമ്പേ കടന്നുപോയ അനുഭൂതി വിശുദ്ധന്മാരുണ്ട്. നമുക്ക് മുമ്പേ കടന്നുപോയ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചവരും കർത്താവിന് വേണ്ടി അവസാനം വരെ വാർദ്ധക്യത്തെ ഇവരെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ അനുഭൂതി ഭക്തന്മാർ നമുക്ക് മുമ്പിൽ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അവരെയൊക്കെ നമ്മൾ ഒരു മാതൃകയാക്കുന്ന നല്ലതാണ്. അവർ പറഞ്ഞതും അവർ പ്രവർത്തിച്ചതും അവർ നടത്തിയതും അവർ ചെയ്തതുമായ ശുശ്രൂഷകളുടെ മഹാന്യത്തെക്കുറിച്ചും ഞാനും നിങ്ങളും വായിച്ചു പഠിക്കുമ്പോൾ വിശ്വാസമെന്ന ശക്തി നമ്മുടെ ഉള്ളിൽ വളരണം. ഹല്ലേലൂയ. മാത്രമല്ല വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് കർത്താവിന് വേണ്ടി വളരെ വലിയ കാര്യങ്ങളെ ചെയ്ത് നിറവേറണം. വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. അപ്പൊ ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. 2 വിശ്വാസത്തിൽ വളരണം. 3 വിശ്വാസത്തിന്റെ ശക്തി പ്രാപിക്കണം. 4 വിശ്വാസം എന്നത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊക്കെ മറിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പ്രവചനത്തിന്റെ ആത്മാവിൽ എലിസബത്ത് എത്രമാത്രം പ്രവചിച്ചു പറഞ്ഞത്, കർത്താവ് തന്നോട് അരുളിച്ചെയ്തതിന് നിവൃത്തിയാകൂ എന്ന് വിശ്വസിച്ചവൾ. ഹല്ലേലൂയ. അപ്പം പ്രവചനത്തിന്റെ ആത്മാവ് സക്രിയാവിന്റെ ഭാര്യയായിരിക്കുന്ന എലിസബത്തിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എലിസബത്തിനെ കാണിച്ചു കൊടുത്തത് മറിയയുടെ ഉള്ളിലെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എലിസബത്ത് നോക്കിയപ്പോൾ അവൾ നൽകിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമുണ്ട്. എലിസബത്ത് നോക്കി വിശ്വാസത്തിൽ അവൾ വളരുന്നു. എലിസബത്ത് മറിയെ നോക്കും വിശ്വാസത്തിന്റെ ശക്തി മറിയിൽ കാണുന്നു. എലിസബത്ത് മറിയെ നോക്കി അവൾ മറിയ വിശ്വാസത്തെ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ.
യഥാർത്ഥ പ്രവചനം അവിടൊക്കെയാ കിടക്കുന്നത്. കണ്ട് രക്തജയം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കർത്താവുമായിട്ട് എത്ര ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. പ്രൈസലോ, നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമ്മൾ അടുത്തിരുന്നാൽ നമ്മൾക്കറിയാത്ത കാര്യങ്ങളെ പോലും കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വെളിപ്പെടുത്തി തരും. വേദപുസ്തകത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യാഖ്യാനിക്കാനും പ്രസംഗിക്കുവാനും അതിന്റെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാനും കഴിയില്ല. പലതിലും നാം പലരെ ആശ്രയിക്കണം, പല പുസ്തകങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും, പലരുടെ വിശ്വാസത്തെ നമ്മൾ നോക്കേണ്ടി വരും. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തിനെ കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ദൈവസനയിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച പരിപൂർണ വിശ്വാസത്തെ അടിസ്ഥാനമിട്ടിരുന്ന എലിസബത്തിന്റെ ഉള്ളിൽ പ്രവചനത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ പ്രവചനത്തിന്റെ ദൂതുകൾ മറിയയിൽ ആനന്ദമുണ്ടാക്കി, മറിയയിൽ പ്രത്യാശ വീണ്ടും വർദ്ധിച്ചു. അല്ലേരിയ. ഇവിടെ ദൈവവചനം നമുക്ക് വായിക്കും കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ദൈവത്തിന് വല്ല വായിക്കും വിടുതൽ എന്ന് പറയുന്നത് നമുക്ക് ദൈവം തരുന്നതാണ്. അല്ലേരിയ. ഏത് വിടുതലും ദൈവത്തിൽ നിന്ന് വേണം നമ്മൾ പ്രാപിക്കാൻ. സ്തോത്രം. യേശു ക്രിസ്തുവിൽ നിന്ന് വേണം പ്രാപിക്കാൻ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അല്ലേരിയ, ഒരിക്കൽ ഒരു പിതാവ് തന്റെ മകനെ യേശുവിന്റെ ശിഷ്യന്മാരിലേക്ക് കൊണ്ടുവന്നു. അല്ലേരിയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ അല്ലേരിയ, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യമാണ് കാണുന്നത്. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്ന സകലവും കഴിയുമെന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം? അല്ലേലിയ. ഊമനെ സൗഖ്യമാക്കുന്നതാണ്. അല്ലേലിയ. മർക്കോസ് 9-ാം അധ്യായം അതിന്റെ 14 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ അവൻ ഭ്രമിച്ച് ഓടി വന്ന് അല്ലേലൂയ അവനെ വന്ദിച്ചു. അവൻ അവരോട് നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു. അപ്പൊ ഈ ഊമനായിരിക്കുന്ന മനുഷ്യനെ അല്ലേലൂയ ശിഷ്യന്മാർ ഒരിക്കൽ കൊണ്ടുവന്നു. അവന്റെ സങ്കടങ്ങൾ, പിതാവിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ആ ഊമനായിരിക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കാൻ ആ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ശിഷ്യന്മാരുടെ ഉള്ളിലും വിശ്വാസത്തിന്റെ തീഷ്ണത കുറവായിരുന്നു. അവർക്ക് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പതറിപ്പോയി. വിശ്വാസം അവർ വളരുന്നില്ല, വിശ്വാസത്തിന്റെ ശക്തി അവർ പ്രാപിക്കുന്നില്ല, വിശ്വാസം അവർ ഏറ്റു പറയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ചെറുക്കനെ, ആ പിതാവിന്റെ മകനെ സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശു പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ്? ഹല്ലേലൂയ. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുക, അവിശ്വാസമുള്ള തലമുറയെ ഞാൻ നിങ്ങളോട് കൂടെ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും, ഹല്ലേലൂയ, എത്രത്തോളം ഞാൻ നിങ്ങളെ പോർക്കും. ഹല്ലേലൂയ. ഇന്നും സത്യസന്ധമായിട്ട് പരിശുദ്ധമായ ദൈവത്തിന്റെ ആലോചനകൾ, ദൂതുകൾ ദൈവസഭയോട്, ദൈവമക്കളോട് ഇന്നും ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട ദൂത് പ്രവാചകന്മാരിലൂടെ അടി ചെയ്യുമ്പോൾ അത് വിശ്വസിക്കാത്തവർ ഇന്നും ഉണ്ടെന്നാണ്. അങ്ങനെയുള്ളവർക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടൊക്കെ ഞാൻ നിങ്ങളോടുകൂടെ എത്രത്തോളം ഇരിക്കും, നിങ്ങളെ എത്രത്തോളം പൊറുക്കും, അവനെ കൊണ്ടുപോവാം. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്തെ പോലെ പ്രവാചകന്മാരല്ല കേട്ടെ. ഇപ്പോഴത്തെ പ്രവാചകന്മാരുടെ ശുശ്രൂഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെയാ കാട്ടിക്കൂടെ. ഞാനതിനെ കുറിച്ച് ഇതിനകത്തോടെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പറയാനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ ഈ അന്യഭാഷയൊക്കെ പറയുന്നത് കേട്ടില്ലേ? നിങ്ങളൊക്കെ അന്യഭാഷ പറയുന്നവരാണോ? ദൈവം നിങ്ങൾക്ക് തന്ന പരിശുദ്ധന്മാവും അഭിഷേകവും അന്യഭാഷയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന അന്യഭാഷകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ടിവിയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുക, ഭാഷകൾ മാറട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നതൊക്കെ കേട്ടിട്ട് പലരും പല കമ്മിറ്റികളൊക്കെ ഇട്ടിരിക്കുന്നത് ഞാനും കണ്ടു. ഞാനും ചിന്തിച്ചു, എല്ലാവരും അന്യഭാഷ പറയും. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണോ പറയുന്നേ?
അല്ലേലിയ. അത് നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉള്ള വെളിപ്പാട്. എന്നിട്ട് അത് കേട്ടിട്ട് ആ മനുഷ്യൻ പറയുന്ന അന്യഭാഷ കേട്ടിട്ട് മുമ്പിൽ കുറെ സഹോദരിമാർ, ഒറ്റ ആണിന്റെ സൗണ്ട് കേൾക്കാനില്ല കേട്ടോ. ഈ സഹോദരിമാരിത് ഭയങ്കര ഗ്ലോറി രക്തം ചെയ്യുക, വിക്ടറി എന്നൊക്കെ പറയുക. എന്തോ കേട്ടിട്ടാ, എന്തോ അറിഞ്ഞിട്ടാ, എന്തോ ആണ് അവർ പറയുന്നത്, എന്താണ് ഇയാൾ പറയുന്നത്, എന്താണ് സംസാരിക്കുന്നത് ഒന്നും അറിയണ്ട. മുമ്പിൽ കുറെ പെണ്ണുങ്ങൾ വന്നിരുന്ന് ചുമ്മാ അങ്ങ് അല്ലെങ്കിൽ എന്തു പറഞ്ഞാൽ ഇന്നത്തെ സഭയിൽ ചെന്നാലും അതാണ്. ഇന്നത്തെ ഏത് സഭയിൽ ചെന്നാലും സ്വാമി സ്വസ്ഥമായിട്ട് ദൂത് പറയാൻ പറ്റത്തില്ല. സ്വസ്ഥമായിട്ടും അല്ലെങ്കിൽ സാവധാനതയിലും ദൈവാത്മാവ് നൽകുന്ന ദൂത് സഭയിൽ പറയാൻ പറ്റില്ല. കാരണം ശുശ്രൂഷ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേന് എന്ത് കേട്ടോ കേട്ടില്ലോ ഒന്നും അറിയണ്ട, അങ്ങ് ശബ്ദം അങ്ങ് തുടങ്ങും. ഉണ്ടാക്കാം, പക്ഷേ പറയുന്ന ദൂത് കേൾക്കണം. ആ മനുഷ്യൻ പറയുന്ന അന്യഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എനിക്കും അങ്ങ് ചിന്തിച്ചു പോകാറുണ്ട് കേട്ടോ. രക്തം ചെയ്യപ്പെടുക, അത് നിങ്ങളൊക്കെ കാണുന്നവരല്ലേ. നല്ലതിനെ നമ്മൾ തിരിച്ചറിയണം, നല്ലതിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങൾ എലിസബത്ത് പ്രവചിച്ചപ്പോൾ, എലിസബത്ത് മറിയോട് പ്രവചിച്ചപ്പോൾ, ഹല്ലേലൂയ, മറിയയുടെ ഉള്ളിൽ, മറിയയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന രൂപഭാവ മാറ്റങ്ങളുടെ സംസാരത്തിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 39 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ മറിയയിലും എലിസബത്തിലും പ്രകടമായിരിക്കുന്ന വിശ്വാസത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്നിപ്പോ ഈ ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. അന്ന് നടന്നത് ഇന്ന് ഈ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. ഹല്ലേലൂയ. അപ്പൊ യേശു പറയണ ഹല്ലേലൂയ, അവനെ എന്റെ അടുക്കൽ കൊണ്ടുപോവാ. അവനെ കണ്ട ഉടനെ ആത്മാവ്, ഹല്ലേലൂയ, അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണു, നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കുന്നു. പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സിൽ ഞങ്ങളെ സഹായിക്കണമേ. അപ്പൊ ഈ ചെറുക്കന്റെ അപ്പം പറയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ അവിടെയാണ് യേശു വിശ്വസിക്കുന്നവന് സകലം കഴിയും. അപ്പൊ ഈ ഭൂമനെ യേശുവിന്റെ അരികെ കൊണ്ടുവന്ന് യേശുവിനെ അവൻ കണ്ടപ്പോ തന്നെ കണ്ടuടനെ ആത്മാവിനെ ഇഴച്ച് അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ട് അവന്റെ ഉള്ളിരിക്കാൻ ഭൂതപ്പുറത്ത് വരികയാണ്. ലേലിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭൂതത്തെ ഇറക്കാൻ പോയിട്ട് ഭൂതത്തെ കയറ്റി പ്രാപിച്ചു വന്നെന്ന്. പണ്ടൊരാൾ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാ. ആ സഹോദരനോട് പ്രാർത്ഥിച്ചിട്ട് വന്നേ അന്ന് തൊട്ട് അച്ചാൻ കിടപ്പാ. ലേലിയ. ചില പാസ്റ്റർമാരെ കുറിച്ച് ചില കൊച്ചമ്മമാര് പറയാം, ആന്റിമാര് പറയില്ല, പാസ്റ്റർമാരുടെ ഭാര്യമാര്, അച്ഛൻ കഴിഞ്ഞ ദിവസം ശുശ്രൂഷയ്ക്ക് പോയിട്ട് വന്നിട്ട് ഒറ്റ കിടപ്പ, ഇതുവരെ എഴുന്നേറ്റില്ല, പനി പിടിച്ചിട്ട്. എന്താ പനി പിടിച്ചെന്ന് എനിക്കറിയത്തില്ല. ശുശ്രൂഷയ്ക്ക് പോയിട്ട് പനി പിടിച്ചാണ് വരുന്നത്. ഇന്നാണ് ഒരാൾ ശുശ്രൂഷയ്ക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ അമ്മച്ചി എഴുന്നേറ്റിട്ടേ ഇല്ല, അച്ചായൻ എഴുന്നേറ്റിട്ടേ ഇല്ല. എന്നെ കേൾക്കുന്ന പറഞ്ഞ ഊമനും ചികടനുമായിരിക്കുന്ന ഈ മനുഷ്യനെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ ഉള്ളിൽ, ഈ ഊമന്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ ദുരാത്മാവ് എന്ത് ചെയ്തു? അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. ഈ ചെറുക്കനെ ഇഴച്ച് അവൻ നിലത്ത് വീണ് നിറച്ച് അവൻ ഉരുളുക. അല്ലാതെ യേശുവിലേക്കല്ല കയറിയത്. ഇന്നത്തെ കാലത്ത് ശുശ്രൂഷയ്ക്ക് പോലെ യേശു വരുന്ന ദൈവദാസന്മാര് ഭൂതം കയറി വരുന്നവരൊന്നും അല്ല അന്ന് യേശുവിനെ ചെയ്തത്. നീ ദൈവത്തിന്റെ അഭിഷക്തയാണെങ്കിൽ കർത്താവ് നിന്നെ വിളിച്ചു നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആ ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, ഏത് ഭൂതം പ്രാപിച്ചവനായിരുന്നാലും ഏത് ഭൂതം പ്രാപിച്ചവളായിരുന്നാലും അവളുടെ തലമിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നിനക്കുണ്ടായിരിക്കണം, ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. നീ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് അടപടലം വീണ് കിടക്കുകയല്ലോ, പ്രാർത്ഥിച്ചിട്ട് തിരിച്ചടി കിട്ടിയെന്ന് പറയും. പ്രാർത്ഥിച്ചിട്ട് തിരിച്ചടി കിട്ടിയെന്ന്. നീ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചടി കിട്ടുകയാണ് നീ പിന്നെന്തിനാ ഈ പുസ്തകം എടുത്തിരിക്കുന്നത്? ഈ പുസ്തകം എടുക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. അല്ലേലിയ. പലരും പ്രാർത്ഥിച്ചിട്ട് തിരിച്ചടി കിട്ടിയെന്ന്. പ്രാർത്ഥിച്ചിട്ട് തിരിച്ചടി കിട്ടിയ ശുശ്രൂഷ എവിടെങ്കിലും യേശു ചെയ്തിട്ടുണ്ടോ സഹോദര സഹോദരി? നീ ചിന്തിച്ചു നോക്ക്. ആമി സുവിശേഷങ്ങൾ അല്ലെങ്കിൽ 4 അങ്ങോട്ട് വായിക്ക്. ആമി ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് യേശുവും അപ്പോസ്തലന്മാരും ശുശ്രൂഷ ചെയ്തിട്ട് ആരെങ്കിലും ശുശ്രൂഷ ചെയ്ത് ഭൂതത്തെ ഇറക്കിയിട്ട് തിരിച്ചടി വാങ്ങി വീട്ടിൽ വന്ന് കിടന്ന ചരിത്രം വേദപുസ്തകം പറയുന്നില്ല. പിന്നെ നിനക്ക് ഇവിടുന്ന് കിട്ടി? അല്ലേലിയ. നീ വിശുദ്ധി ഇല്ലാതെ പോയി പലയിടത്തും പലതും ചെയ്തിട്ട് തിരിച്ചടി കിട്ടിയിട്ട് പിന്നെ കർത്താവിനെ കുറ്റം പറയരുത് കേട്ടോ. അല്ലേലിയ. അപ്പൊ യേശുവിനോട് ഈ ഉമ്മന്റെ അപ്പം പറയാ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നോ.
യേശു പറഞ്ഞു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്ന് വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നതിന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ക്ഷീണനുമായ ആത്മാവി, ഇവനെ വിട്ട് പോ, ഇനി അവന് കിടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ ആ ദുരാത്മാവ് കയറിയിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂതം ഉറക്കുന്നുണ്ട്. ആ മെലഡിയ എന്ത് ചെയ്താലും ഇറങ്ങത്തില്ല. ചാടി മറിഞ്ഞ് തുള്ളി ചാടി അടിച്ച് തുപ്പി വേണ്ട എന്തെല്ലാം ചെയ്തിട്ടും ഭൂതം ഇറങ്ങുന്നില്ല. അപ്പം പിന്നെ മടുത്ത് കഴിയുമ്പോൾ പറയാം, അത് മാറിക്കൂടെന്ന് പറയാം. രക്തശേഷം ഇവിടെ എന്നെങ്കിലും വിശ്വാസം, മറിയിലുണ്ടായിരുന്ന വിശ്വാസം, എലിസബത്തിനുണ്ടായിരുന്ന വിശ്വാസം, ഹല്ലേലൂയ. അപ്പം വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ ശുശ്രൂഷ വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും അനുകരിച്ചതുകൊണ്ടോ ആരെങ്കിലും അനുകരണ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ടോ നീ ശുശ്രൂഷ ചെയ്താൽ വിജയിക്കട്ടെ. ദൈവത്തിൽ ഇരുന്ന് കൃപ പ്രാപിക്കണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം പറയുന്നത്. വീണ്ടും ദൈവത്തിന് മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും. ഹല്ലേലൂയ. ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് വീണ്ടും നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നുണ്ട്. മനുഷ്യനെല്ലാം അസാധ്യം, പക്ഷെ ദൈവത്തിന്റെ സാധ്യത. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇവരും കാണുന്നത്, യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം അല്ലേ തന്നെ ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുവാൻ കഴിയുന്ന ഒരു ഉടയവനായ ദൈവം നമുക്കുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നമ്മൾ എന്തിനു അവിശ്വസിക്കുന്നു? ഹല്ലേലൂയ. മറിയ ചോദിച്ച്, പുരുഷനെ അറിയാതെ ഞാൻ ഇത് എങ്ങനെ വിശ്വസിക്കും? ഞാൻ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ വന്നിട്ടില്ല, പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ മറിയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ മേൽ നേരിടും. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഹല്ലേലൂയ. അവന് ദൈവപുത്രൻ. ഇതൊക്കെ ഹല്ലേലൂയ മറിയയുടെ ഉള്ളത്തിൽ വന്ന ആ വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ, വിശ്വാസം വേണം. ഇവിടെ 10-ാം അധ്യായം നമ്മൾ വായിക്കാൻ കാണുന്നത് ഹല്ലേലൂയ സമ്പത്തിലുള്ള അപകടത്തെക്കുറിച്ചാണ് പറയുന്നത്. സമ്പത്തിലുള്ള അപകടത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം എന്നുത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി മുന്നോട്ട് പറഞ്ഞത്, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യമാണ്. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, മനുഷ്യന് അസാധ്യം. നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ നീ കടന്നു പോകുന്ന സാഹചര്യത്തിൽ, നിന്റെ യാത്രയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജോലി രംഗത്തിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ, ഏത് വിഷയത്തിനാണോ നീ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിൽ നീ അവിശ്വസിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചുന്നതുകൊണ്ട് നീ സൃഷ്ടാവായി ദൈവത്തോട്, യേശുവോട് പറയുകയാണെങ്കിൽ നിനക്ക് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരാൻ യേശുവിന് കഴിയും. നിനക്ക് അസാധ്യമായ പല പ്രശ്നങ്ങളുമുണ്ട്, അതിനെ സാധ്യമാക്കി തരാൻ യേശു ആഗ്രഹിക്കുക. മറിയെ ദൈവം തെരഞ്ഞെടുത്ത് ലോകരക്ഷിതാവായിരിക്കുന്ന ക്രിസ്തുവിന് അവളുടെ ഗർഭത്തിൽ ജനിപ്പാൻ, ആ യേശുവിനെ പ്രസവിപ്പാൻ യേശുവിന്റെ അമ്മയായ മറിയെ ദൈവം തെരഞ്ഞെടുത്തത് അവളുടെ വിശ്വാസം നമ്മൾ പരിശോധിച്ചു. അതുകൊണ്ടാണ് യേശുവിനെ വിശ്വസിച്ച ഭാഗ്യവതി. നീ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ചില ദൈവപ്രവൃത്തി മറിയിൽ നടന്നതുപോലെ ദൈവം നിന്നിൽ വഹിക്കും. നിന്റെ കഷ്ടതകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും എല്ലാം മാറ്റി ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ വരുമ്പോൾ നമുക്ക് ഇത് തന്നെ കാണാൻ കഴിയും. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെ ഇങ്ങനെ കാണുന്നു. ലൂക്കോസ് 18-ാം അധ്യായം 27-ാമത്തെ വാക്യം ഹല്ലേലൂയ അവിടെയും പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ പറയുന്നത് ഇപ്രകാരം, അതിന് അവൻ
അല്ലെങ്കിൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എന്താ അല്ലെങ്കിൽ ധനികനായ യുവാവിനോടുള്ള ഉപദേശം ഇവിടെ പറയുന്നത്. ധനികനായ യുവാവിനുള്ള ഉപദേശത്തിൽ ഇവിടെ പറയുന്നത് മനുഷ്യൻ അസാധ്യമായതിനെയെല്ലാം അല്ലെങ്കിൽ ദൈവത്തിന് സാധ്യമാണ്. ഈ ധനികനായ ഈ യുവാവ് യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്ന് യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുള്ളിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞ് ഇത് കേട്ടവർ നിന്നാൽ രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ആർക്ക് കഴിയും? നമ്മൾ മർക്കോസിൽ വായിച്ച അതേ ഭാഗം തന്നെയാണ് ലൂക്കോസിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ യേശു പറയുന്നത് മനുഷ്യരാൽ സാധ്യമായത് ദൈവത്തിന് സാധ്യം. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നാം വായിച്ച പത്രം എന്താണ്? കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അല്ലേ? അതേ, മറിയെപ്പോലൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരട്ടെ. ആമേൻ. കേട്ട ദൂതുകൾ, കേട്ട വചനത്തിനു മുമ്പിൽ ഭാരപ്പെടുന്ന കണ്ണുനീരുടെ കരയുന്ന വിഷയത്തിന് നിലയിൽ മറിയെപ്പോലെ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലും ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോയി. കരിഞ്ഞ് ഉണങ്ങിയ വരണ്ട ആ അനുഭവമാണെങ്കിലും, വരണ്ട് കിടക്കുന്ന കിണറിന്റെ അനുഭവം, വറ്റി വരണ്ട് കിടക്കുന്ന പാടങ്ങൾ പോലെയാണ് എല്ലാം മരുഭൂമിക്ക് സമാനമായ അനുഭവമാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ നിനക്ക് അസാധ്യമെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിന് വരൾച്ചയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. കണ്ണുകളുടെ ചാട്ട്. ആരെങ്കിലും മകൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചല്ലോ, കർത്താവ് തന്നെ അടിച്ച് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി എന്ന് ആമേൻ പറഞ്ഞുകൊണ്ട് കർത്താവ് യെരൂശലേമിൽ പ്രവചിച്ച പോലെ ഇന്ന് പകൽ ഈ ജനത്തോട് ശക്തമായി ദൈവാത്മത്തിന്റെ ആലോചന ദൂതുകൾ കൈമാറുമ്പോൾ അവർ ഭാരപ്പെട്ട് മനകലങ്ങി കണ്ണതിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമേ അവിശ്വസിക്കാതെ വിശ്വാസത്താൽ വചനം ഏറ്റെടുത്തുകൊണ്ട് മറിയെപ്പോലെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഈ ഭൂമിയിൽ ശ്രേഷ്ഠകരമായി ജീവിതം ഈ പഞ്ചരത്തെ ഒരുക്കണമേ. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുടെ സകല ജനത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിയിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ഗോത്ര വിഭാഗങ്ങളെയും എല്ലാ ദ്വീപവാസികൾ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യൗവനത്തിൽ, വാർത്തത്തിലും വൃത്തലും അശ്വന യാഞ്ച റോട്ടൻ ചോട്ടലൂർ തടവറയിലായിരിക്കുന്ന സകല ജനങ്ങളെയും, എല്ലാ മത നേതാക്കന്മാർ, രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും സകല മേഖലയിലെ ജനത്തെയും ഈ സമയത്ത് ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവസഭ ദൈവമക്കൾ, ദൈവദാസന്മാർ, ഭൂമിയുടെ 7 വൻകരകളിലും നടക്കുന്ന കൂട്ടായ്മകൾ, ദൈവദാസന്മാരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിശ്വാസത്തെ മാറ്റി വിശ്വാസത്തെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.